ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായി തിങ്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കാം. നിങ്ങൾ പോസിറ്റീവായി തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനാണ് നോക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അവർ പാസ്റ്റിലുണ്ടായിരുന്ന, അതായത് ആ പാസ്റ്റിൽ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എനർജിയാണ് കാണുന്നത്. ഇത് വളരെ സ്പീഡായിട്ടാണ് ഈ ഒരു എനർജി ഫ്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചാണ് ഈ സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായി ഒരു പുതിയ ബിഗിനിങ് തുടങ്ങുന്നതിനെ പറ്റി തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കിയും കൂടെ കാർഡ്സ് നോക്കാം. ഇവിടെ യൂണിവേഴ്സായിട്ട് ഒരു ജസ്റ്റിസ് കൊണ്ടുവന്നിരിക്കുകയാണ് ആ വ്യക്തിയുടെ ലൈഫിൽ. ഒരുപക്ഷെ നിങ്ങളെ കൂടാതെ ഇതിനു മുന്നേ വേറൊരു റിലേഷൻ ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. ആ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഇവിടെ ഒരു ജസ്റ്റിസ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇതിനു മുന്നേ നിങ്ങൾക്ക് തരുന്നതിലും കൂടുതൽ സ്നേഹം വേറൊരു വ്യക്തിക്ക് കൊടുത്തിരുന്നു. നിങ്ങളൊരു പക്ഷേ ആ വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി ഒരു യാചകനെ പോലെ കൂടെ നിന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യാതെ ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം കൊടുത്ത ഒരു സന്ദർഭം തന്നെയാണ് ഇവിടെ കാണുന്നത്. അത് കാരണം നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു ജസ്റ്റിസ് നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നത് തന്നെയാണ് കാണുന്നത്. ഒരു ഫയർ എനർജി പോലെ ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആ വ്യക്തി ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആ വ്യക്തിയെ ഒരുപാട് ഭാരപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അതെല്ലാം റിലീസ് ചെയ്ത് നിങ്ങളുടെ വ്യക്തി വളരെ സ്പീഡോടുകൂടി ഒരു ഫയർ എനർജി പോലെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ബാക്കി കാർഡ്സൂടെ നോക്കാം. ഈ വ്യക്തി ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ഈ വ്യക്തിക്ക് എല്ലാ സുഖസൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ പ്രോസ്പിരിറ്റി എല്ലാം ഉണ്ടായിട്ടും അവരുടെ കൂടെ നിങ്ങളെന്നുള്ള വ്യക്തി ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമാണ് ഇപ്പോൾ ആ വ്യക്തിക്കുള്ളത്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ ഒരു സമയം. ഒരുപക്ഷെ വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളെ കരയിക്കേണ്ടി വന്ന ഒരു സന്ദർഭം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായത്. ഇപ്പോൾ ആ വ്യക്തി എല്ലാം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് നിങ്ങൾ അനുഭവിച്ച വേദന എന്താണെന്നുള്ളത് ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു. ബാക്കി കാർഡ്സൂടെ നോക്കാം. അത് കാരണം ആ വ്യക്തിക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അധികമായിട്ടുള്ള ഒരു പെയിനാണ് ഇപ്പോൾ ആ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ. ഒരു പക്ഷേ ആ വ്യക്തി പോലും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്തായിരിക്കാം ആ വ്യക്തിക്ക് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അതിൻ്റെ പെയിനിലാണ് ഇപ്പോൾ ആ വ്യക്തി. അതുകൊണ്ട് നിങ്ങൾക്കൊരു വാല്യൂ തരണമെന്നും നിങ്ങൾക്ക് ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തരുന്നതിനെപ്പറ്റി ഇപ്പോൾ ആ വ്യക്തി വളരെയധികം ചിന്തിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിന്, അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരു ലൈഫിന് ഒരു റീബർത്ത് കൊണ്ടുവരണമെന്ന് ഇപ്പോൾ ആ വ്യക്തി വളരെയധികം ചിന്തിക്കുന്നു. ഒരു പക്ഷേ എൻ്റെ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയ ഒരു ടൈമിലായിരിക്കാം ആ വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയതും നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചതും എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തിക്ക്
നിങ്ങളുടെ ലൈഫിൽ ഒരു റീബർത്ത് കൊണ്ടുവരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുമായി ഒരു റീയൂണിയനാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ബാക്കിയും കൂടെ നോക്കാം. നിങ്ങൾ കൊടുത്ത സ്നേഹവും കരുതലും എത്രമാത്രം ആ വ്യക്തിയെ സ്വാധീനിച്ചുവെന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. ഇനി തിരികെ വന്നാൽ നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിക്കുമോ എന്നുള്ളതിനെപ്പറ്റി നിങ്ങളെ തന്നെ ചിന്തിച്ചു തന്നിരിക്കുകയാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ലൈഫിന് ഇപ്പോൾ ഒരു പ്രതീക്ഷയാണുള്ളത്. നിങ്ങൾ തമ്മിലുള്ള ജീവിതത്തിന് ഇപ്പോൾ ആ വ്യക്തി ഒരു പ്രതീക്ഷയാണുള്ളത്. തന്നെയുമല്ല, ഈ വ്യക്തി ഹീല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിയുടെ സോള്. പാസ്റ്റിലുണ്ടായ ഒരുപാട് വേദനകൾ ഈ വ്യക്തിക്ക് പാസ്റ്റിലുണ്ടായിരുന്നിരിക്കാം. ആ ഒരു വേദനകളെല്ലാം ഈ വ്യക്തി ഇപ്പോൾ ഹീല് ചെയ്യുകയാണ്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയത് കൊണ്ട് തന്നെ കാലചക്രം നിങ്ങൾക്ക് അനുകൂലമാവുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ പാർട്ട്ണറുടെ ലൈഫിലും ഉണ്ടായിരുന്ന ഒരു സൈക്കിളായിരുന്നു എൻഡായത്. ആ എൻഡിങ്ങിൽ ഒരു പുതിയ സൈക്കിളാണ് ഇനി നിങ്ങളുമായി തുടങ്ങാനായിട്ട് പോകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്പ്രെഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം വേഗത്തിൽ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. കാലചക്രം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. അതുകൊണ്ട് യൂണിവേഴ്സ് പറയുന്നത് വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കാനാണ് ഈ ഒരു സമയം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെപ്പറ്റി ഡേ ഡ്രീമിങ് ചെയ്യുകയാണ്. ഏത് സമയവും നിങ്ങളെപ്പറ്റിയുള്ള ഓർമ്മകളാണ് ആ വ്യക്തിക്കുള്ളത്. നിങ്ങളുമായ ഒരു ഫ്യൂച്ചർ വേണമെന്ന് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു. അത് കാരണം ഒരു ഉറച്ച ഡിസിഷൻ എടുത്ത് ആ വ്യക്തി തയ്യാറായി കഴിഞ്ഞു നിങ്ങളിലേക്ക് വരുന്നതിന്. ഈ വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആണ് ഉണ്ടായേക്കുന്നത്. ഈ വ്യക്തി ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് ആ വ്യക്തി സ്വയം ഉള്ളിലോട്ട് തന്നെ നോക്കുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളും നിങ്ങൾ ആരായിരുന്നുവെന്നും നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നെന്നും ആ വ്യക്തിയുടെ ലൈഫിൻ്റെ പർപ്പസ് എന്തായിരുന്നെന്നും എല്ലാം ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വ്യക്തി എല്ലാത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ഈ ഒരു സമയം. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഡാർക്ക്നെസ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി എല്ലാം കുറയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ലാസ്റ്റ് കാർഡൂടെ ഈ വ്യക്തി ഇപ്പോൾ ഹീല് ചെയ്യുകയാണ്. ഡബിൾ കൺഫർമേഷൻ കാർഡാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഹീല് ചെയ്യുകയാണ്. ആ വ്യക്തിയുടെ പാസ്റ്റിലുണ്ടായ എല്ലാ പെയിനും ആ വ്യക്തി ഹീല് ചെയ്യുകയാണ് പുതിയ ഒരാളായി മാറാനായിട്ട്. നിങ്ങളിലേക്ക് ഒരു പുതിയ ഒരാളായിട്ടായിരിക്കും ആ വ്യക്തി ഇനിയും കടന്നു വരുന്നത്. അപ്പം നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കണം. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്പ്രെഡായിരുന്നു നമുക്കിവിടെ കിട്ടിയത്. ഇനി ഇവിടെ വന്ന ക്ലൂസും കൂടെ നമുക്ക് നോക്കാം. ഇന്ന് തൊട്ടുള്ള വീഡിയോയിൽ ഞാൻ ക്ലൂസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ മേടമെന്ന് പറഞ്ഞൊരു മലയാള മാസം കിട്ടിയിട്ടുണ്ട്. 8 എന്നുള്ള നമ്പർ കിട്ടിയിട്ടുണ്ട്. 26 എന്നുള്ള നമ്പർ കിട്ടിയിട്ടുണ്ട്. 33 എന്നുള്ള നമ്പർ കിട്ടിയിട്ടുണ്ട്. വയലറ്റ് എന്നുള്ളൊരു കളർ കിട്ടിയിട്ടുണ്ട്. 14 എന്നൊരു നമ്പർ കിട്ടിയിരുന്നു. 1 മന്ത് എന്നുള്ളൊരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ. ചിലപ്പോൾ ഈ പേഴ്സൺ 1 മന്തിനുള്ളിലായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. ലെറ്റർ ബി. 1980 എന്നൊരു ഇയർ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി.
ചിങ്ങം എന്നുള്ളൊരു മന്ത് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ജി. 6 എന്നുള്ള നമ്പർ കിട്ടിയിട്ടുണ്ട്. എൽ എന്നുള്ള ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ആയില്യം എന്നുള്ളൊരു നാള് കിട്ടിയിട്ടുണ്ട്. 58 എന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. 37 എന്നുള്ളൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ഒക്ടോബർ എന്നുള്ളൊരു മന്ത് കിട്ടിയിട്ടുണ്ട്. മൂവീസ് എന്ന് പറഞ്ഞൊരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ മൂവീസ് കാണാൻ ഇഷ്ടമായിരിക്കും. ബേക്കർ എന്നുള്ളൊരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു ബേക്കറിയൊക്കെ നടത്തുന്ന ഒരാളായിരിക്കാം, അല്ലെ ബേക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം. 1991 എന്നുള്ളൊരു ഇയർ കിട്ടിയിട്ടുണ്ട്. മാർച്ച് മന്ത് കിട്ടിയിട്ടുണ്ട്. 15 എന്നൊരു നമ്പർ കിട്ടിയിരിക്കുന്നു. 19 എന്നൊരു നമ്പർ കിട്ടിയിരിക്കുന്നു. തുലാം എന്നൊരു മലയാള മാസം കിട്ടിയിരിക്കുന്നു. 31 എന്നൊരു നമ്പർ കിട്ടിയിരിക്കുന്നു. വിശാഖം എന്നൊരു നാൾ കിട്ടിയിരിക്കുന്നു. 3 എന്നുള്ള നമ്പർ കിട്ടിയിരിക്കുന്നു. 10 എന്നുള്ള നമ്പർ കിട്ടിയിരിക്കുന്നു. 4 എന്നുള്ള നമ്പർ കിട്ടിയിരിക്കുന്നു. ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്നൊരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. 1988 എന്നുള്ളൊരു ഇയർ കിട്ടിയിരിക്കുന്നു. 1995 കിട്ടിയിരിക്കുന്നു. തിരുവാതിര നക്ഷത്രം കിട്ടിയിരിക്കുന്നു. 1966 എന്നുള്ളൊരു ഇയർ കിട്ടിയിരിക്കുന്നു. മെഡിക്കൽ ഫീൽഡ്, ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ മെഡിക്കൽ ഫീൽഡിലായിരിക്കാം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലായിരിക്കാം വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്. ഇത് ആരെങ്കിലും ഒക്കെ ആയിട്ട് റെസൊണേറ്റ് ചെയ്യുന്നെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുത്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.